Hello friends, welcome to my channel. ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കേക്കിന് പകരം ഞങ്ങളൊരു ചേഞ്ച് ആയിക്കോട്ടെ വെച്ചിട്ട് ചട്ടിപ്പത്തിരിയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിൽ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. സ്വീറ്റ് ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലൊരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മൈദദോശ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്വീറ്റ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ. 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 2.5 കപ്പ് വെള്ളവും ഒരു കോഴിമുട്ടയും ചേർത്തിട്ടാണ് നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഇനി മാറ്റി വെച്ചിട്ട് ഇനി അതിലേക്ക് ഫില്ലിങ്ങിനുള്ള ഒരു ഒരു ബാറ്ററും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാനുണ്ട്. ഫില്ലിങ്ങിനായിട്ട് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു കോഴിമുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കുക. അതിലേക്കൊരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടണം കേട്ടോ. ഇതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അളന്ന് നോക്കിയപ്പോൾ 2.5 കപ്പ് ഉണ്ടായിരുന്നു. 2.5 കപ്പ് തേങ്ങാപ്പാൽ ആദ്യം ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഏലക്കായ ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ. മധുരം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 കപ്പ് തേങ്ങാപ്പാൽ മതി കേട്ടോ ഇതിലേക്ക്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് പശുനെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ചെറുതാക്കി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് എള്ളിട്ട കറുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെ തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ദോശ ചുട്ടെടുത്ത് തുടങ്ങാം. കോഴിമുട്ടയും തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുള്ള മിക്സ് അത് ചൂടാക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഫ്ലെയിമൊന്നും ഓണല്ല, ജസ്റ്റ് അതിമ വെച്ചിട്ട് വീഡിയോ എടുത്തതാണ്. നേരത്തെ നമ്മൾ നെയ്യിൽ വറവിട്ടെടുത്ത പാത്രം ഉണ്ടല്ലോ, വറവിടാൻ ഉപയോഗിച്ചിട്ടുള്ള പാത്രം, അതിൽ തന്നെ നമ്മളത് സെറ്റാക്കിയാൽ മതി കേട്ടോ. വേറെ ഇനി നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദോശ ചുട്ടെടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സൈഡിൽ നമുക്ക് സ്വീറ്റായിട്ടുള്ള ഈ അട്ടിപ്പത്തിരി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ദോശ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഈ സെറ്റ് ചെയ്യണ പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ അതേ സൈസിലുള്ള ദോശ വേണം കേട്ടോ ചുട്ടെടുക്കാനായിട്ട്.
ദോശ ചുട്ടെടുക്കുന്നതിനനുസരിച്ചിട്ട് വേഗം തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ നമ്മുടെ ചട്ടിപ്പത്തിരി. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അതൊരു 2 കയ്യിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ ഈ ദോശ ആയിക്കഴിഞ്ഞാൽ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മേലെ ഫില്ലിങ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ലെയറായിട്ട് വരണം. അപ്പോൾ ഈ ദോശ ബാറ്റർ കഴിയുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് തുടരുക കേട്ടോ. ഞാൻ ലാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ കാണിക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി മുകളിൽ വെച്ച് കൊടുത്താൽ നമ്മുടെ ലെയേഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി വരുന്ന കോഴിമുട്ടയുടെ മിക്സ് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങനെ ഓവറായിട്ട് അമർത്തണ്ട, ജസ്റ്റ് എല്ലാ ഭാഗവും ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക. പിന്നെ അടിയിലൊരു തട്ട് വെച്ച് കൊടുക്കുക കേട്ടോ, അടി പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു 30 മിനിറ്റാണ് ഇതിൻ്റെ വേവ്. ചിലപ്പോൾ അതൊരു 40 മിനിറ്റ് വരെയൊക്കെ എടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. നമ്മളൊരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഓഫാക്കിയത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്നുകൂടിയും ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം അത് ഒന്നുകൂടി താന്നിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പശുനെയ്യിലൊക്കെ ഉണ്ടാക്കിയെടുത്ത കാരണം നല്ല സ്മെല്ലും ഉണ്ട്. കഴിക്കാനാണെങ്കിൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ.